സാമഗ്രി. ആദ്യം തന്നെ ഹജ്ജ് യാത്രക്ക് പോകുന്നതിന് മുമ്പായിട്ട് എടുക്കേണ്ട മുൻകരുതലുകളാണ് പറയുന്നത്. ആദ്യം തന്നെ വേണ്ടത് ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു തീർത്ഥാടന ബാഗാണ്. അപ്പോൾ അതിലെന്തൊക്കെയാണ് നമ്മൾ കരുതേണ്ടത്? ഒന്ന്, നമുക്ക് ഹൈജീനിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കരുതണം. ടൂത്ത് ബ്രഷ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. പിന്നെ ഒരു സാനിറ്റൈസർ കരുതണം നമ്മൾ. ഒരു അംബ്രല, സൺസ്ക്രീൻ, പിന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു 15 ദിവസം മുമ്പെങ്കിലും എന്തെടുത്തിരിക്കണം? വാക്സിൻ എടുത്തിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, ഈ വൈറൽ രോഗങ്ങളൊക്കെ ഒരുപാട് പേർക്ക് പടർന്ന് വ്യാപിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പോകുന്നതിൻ്റെ ഒരു മാസം മുമ്പ് തന്നെ ഡോക്ടറോട് സന്ദർശിച്ചിട്ട് നിങ്ങൾ കഴിക്കുന്ന മരുന്നിനെക്കുറിച്ചും നിങ്ങൾക്കുള്ള അസുഖങ്ങളെക്കുറിച്ചും ഈ കാലയളവിൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള മരുന്നുകൾ, അതിനെക്കുറിച്ച് ഞാൻ ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. ആ ലിസ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പം ആ മരുന്നുകൾ, പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ, ഇതൊക്കെ എങ്ങനെയൊക്കെ സൂക്ഷിക്കണം, എത്ര ദിവസത്തേക്ക് വാങ്ങി വെക്കണം എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് അതിനനുസരിച്ച് വാങ്ങിയിട്ട് കാത്ത് സൂക്ഷിക്കുക. പിന്നെ ഈ വർഷത്തെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരുപാട് ക്ഷീണമൊക്കെ വരാൻ സാധ്യത കൂടുതലുള്ളതാണ്. കാരണം ശക്തമായിട്ടുള്ള വെയിലത്താണ്. പിന്നെ തലവേദനയും വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സമയത്ത് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ശക്തമായുള്ളൊരു ചൂടത്ത് ശക്തമായിട്ട് തലവേദന, ഓക്കാനം വരിക, തലകറക്കം, പിന്നെ വരണ്ട ചർമ്മം, ഇതൊക്കെ ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്? നേരിട്ട് സൂര്യപ്രകാശം അടിക്കുന്നത് ഒഴിവാക്കുക. അതിന് വേണമെങ്കിൽ വലിയ ക്യാപ്പോ അല്ലെങ്കിൽ അംബ്രലയോ സൺസ്ക്രീനോ സൺഗ്ലാസൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ ഈ സമയത്ത് പാലിക്കേണ്ട ന്യൂട്രീഷണൽ ടിപ്സ് എന്തൊക്കെയാണ്? ഒന്ന്, കവർ ചെയ്യപ്പെടാത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഡേറ്റ് കഴിയാത്ത ഭക്ഷണമായിരിക്കണം കഴിക്കേണ്ടത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഡേറ്റ് നോക്കേണ്ടത്. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കഴിക്കുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. പിന്നെ ചായയും കോഫിയും ധാരാളം കഴിക്കുന്നത് ഒഴിവാക്കുകയാണ് വേണ്ടത്. പിന്നെ ഒരുപാട് ഇൻഫെക്ഷനൊക്കെ സ്പ്രെഡ് ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യണം? ആ സമയത്ത് നന്നായിട്ട് ഹാൻഡ് ഹൈജീന്, സാനിറ്റൈസർ, മാസ്ക്, ഇതൊക്കെ ധരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ രോഗികളായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും കുറച്ച് അകന്ന് നിൽക്കാൻ വേണ്ടി നോക്കുക. പിന്നെ കുറച്ച് ഫസ്റ്റ് എയ്ഡ് സാധനങ്ങൾ നമ്മൾ കരുതുന്നത് നല്ലതാണ്. ഒന്ന്, പനിക്ക് വേണ്ടിയിട്ടുള്ള പാരസെറ്റമോൾ ഗുളിക, കുറച്ച് വേദന സംഹാരികൾ, വേണമെങ്കിൽ കുറച്ച് ഓയിൻമെൻറ്റ്സ്, അലർജി മെഡിസിൻസ്, ഒരു തെർമോമീറ്റർ കരുതാം. പിന്നെ ചെറിയ BP മോണിറ്റർ, ഗ്ലൂക്കോമീറ്റർ, ഇതൊക്കെ കരുതുന്നത് നല്ലതാണ്. ഇനി ഹജ്ജ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ആരോഗ്യ ടിപ്പുകൾ എന്തൊക്കെയാണ്? നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ ചുമയും ജലദോഷമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഒരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുക. പിന്നെ പ്രത്യേകം ഓർക്കണം, ഒരു മെഡിക്കൽ ID ബ്രേസ്ലെറ്റ് തരും, അത് ധരിക്കുക. അപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും അതിലൂടെ ക്ലിക്ക് ചെയ്താൽ അറിയാൻ പറ്റും എന്നുള്ളതാണ്.